ഒരുപക്ഷെ വേടൻ തന്നെ പറയുന്നത്, എൻ്റെ ജീവിതം ഞാൻ ഏറ്റവും ഭംഗിയായി പകർത്തി വെച്ചിട്ടുള്ള ഒരു ആൽബം എൻ്റെ ജീവിതം തന്നെയാണത് എന്ന് പറയുന്ന ആൽബത്തിൻ്റെ അകത്ത് വേടൻ തൻ്റെ അമ്മയെ അടയാളപ്പെടുത്തുന്നത്, എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി. ജാഫ്ന ശ്രീലങ്കയുടെ തലസ്ഥാനമാണെന്നും ശ്രീലങ്കയിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന അഭയാർത്ഥികളിൽ ഒരുവളാണ് തൻ്റെ അമ്മ എന്നും ആ പലായനത്തിൽ നമ്മൾക്കൊക്കെ ഓർമ്മകളും നമ്മുടെ അനുഭവം. അടുത്ത വരിയുണ്ടല്ലോ, ഒരുത്തി എന്നുള്ള കഴിഞ്ഞിട്ട്, എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളുടെ ഉദരത്തിൽ നിന്ന് ഉരുവം കൊണ്ടത് പരുത്തിയല്ലല്ലോ എരിക്കും തീ പോലൊരുത്തൻ. ആ മനുഷ്യൻ, ആ എരിക്കും തീ പോലെ ആ അഭയാർത്ഥിനിയായ സ്ത്രീ, ദലിതനായിട്ടുള്ള ഒരാളുടെ പിതൃത്വത്തിൽ നിന്ന് അഭയാർത്ഥിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മാതൃത്വത്തിൽ നിന്ന് ഉരുവം കൊണ്ട് ആ എരിക്കും തീ പോലെ ഒരുത്തൻ എരിക്കുകയാണ് അവൻ്റെ വാക്കുകളിലൂടെ, അവൻ്റെ കവിതയിലൂടെ, പാട്ടിലൂടെ, സംഗീതത്തിലൂടെ. തീയാണ്, അക്ഷരാർത്ഥത്തിൽ തീയാണ്. ആ തീയാണ് ഈ കേരളത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഒരു പ്രതിഷേധമായി ആളിപ്പടരുന്നത്. ആ പ്രതിഷേധത്തിന് ജനാധിപത്യ ബോധമുള്ള സമൂഹം വേടനൊപ്പം നിലകൊണ്ടത് എന്തുകൊണ്ടാണ്? അത് നീതി നിഷേധത്തിൻ്റെ വിഷയമായി.